നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിഞ്ഞോ അറിയാതെയോ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി. എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം സ്കൂൾ മാനേജ്മെന്റ് നൽകിയില്ല എന്നത് വലിയ വിവാദമായി മാറിയിരുന്നു. ആ കുട്ടി അവിടെ പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിഫോം കോഡ് അനുസരിക്കണമെന്നും കുട്ടികൾ തമ്മിൽ മതപരമായ ഒരു വിഭാഗീയതയും അകൽച്ചയും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒരേ യൂണിഫോം തന്നെ ധരിക്കണമെന്നും അതുകൊണ്ട് തലമറയ്ക്കുന്ന തട്ടം ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ് സ്കൂൾ മാനേജ്മെന്റ് ആ പെൺകുട്ടിക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ തന്റെ മതവിശ്വാസപ്രകാരം തലമറയ്ക്കണമെന്നും അതുകൊണ്ട് ഹിജാബ് ധരിച്ച് താൻ സ്കൂളിൽ വരികയുള്ളൂ എന്നും ആ പെൺകുട്ടി പറയുകയും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇത് ആവർത്തിക്കുകയും ചെയ്തു. ഇത് വലിയ വിവാദമായി മാറി. രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ സ്പർദ്ധ വളർത്തുന്ന സംഭവമായി മാറുകയും ചെയ്തു. മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും സ്കൂൾ ദിവസങ്ങളോളം അടച്ചിടേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളും വർഗീയമായ ചേരിതിരിവുണ്ടായാലുള്ള ഭവിഷ്യത്തോർത്തും അവസാനം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിലെ യൂണിഫോം കോഡ് അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ അനുസരിച്ച് തട്ടമിടാതെ അല്ലെങ്കിൽ ഹിജാബ് ഇടാതെ തന്നെ പെൺകുട്ടി അവിടെ വന്ന് വിദ്യാഭ്യാസം നടത്തിക്കൊള്ളാമെന്ന് അവർ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉറപ്പു നൽകുകയും ചെയ്തു. ഇതോടുകൂടി ആ വിഷയം അവസാനിച്ചു വരുമ്പോഴാണ് ഇതൊന്നും അറിയാതിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇടപെട്ടത്. ഹിജാബ് ധരിക്കാതെ അല്ലെങ്കിൽ തട്ടം ഇടണ്ട അല്ലെങ്കിൽ തട്ടം ഇടാൻ സമ്മതിക്കില്ല എന്ന സ്കൂൾ മാനേജ്മെന്റ് നിലപാട് നിരുത്തരവാദപരവും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണെന്നും അത് മതവിശ്വാസത്തിനെതിരാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതവിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും കാണിച്ച് ശിവൻകുട്ടി ഒരു എഴുത്ത് എഴുതിയത്. അപ്പോഴേക്കും ഈ വിഷയങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് തീർന്നിരുന്നു. ആ പെൺകുട്ടി ഹിജാബ് ഇടാതെ തന്നെ പെൺകുട്ടി അവിടെ അധ്യയനം തുടരുമെന്ന് അവരുടെ മാതാപിതാക്കൾ സ്കൂളിന് എഴുതി നൽകുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സംഗതിയെല്ലാം പാച്ചപ്പായി പോയപ്പോഴാണ് ശിവൻകുട്ടി ചാടിക്കേറി ഇത് മൊത്തം അലമ്പാക്കുന്നത്. അതോടുകൂടി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വം നൽകുന്ന ക്രൈസ്തവ മതപുരോഹിതന്മാരും എല്ലാം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സടകുടഞ്ഞ് എഴുന്നേറ്റത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നെന്നും ഇതെല്ലാം സെറ്റിൽ ചെയ്ത് തീർന്നതാണെന്നും തീർന്നതിന് ശേഷം പെൺകുട്ടിയെ ഹിജാബ് ഇടിക്കാതിരുന്നത് വളരെ തെറ്റായിപ്പോയെന്നും മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ സ്കൂളിനെതിരെ നടപടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചാടി വീഴുകയായിരുന്നു. അതാണ് ഇപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് വഴിതെച്ചത്. ഇതോടുകൂടി ഈ സ്കൂൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നേരത്തെ പ്രശ്നമെല്ലാം ഒത്തുചേർന്ന് പെൺകുട്ടി അധ്യയനം തുടരുന്ന സമയത്താണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ മിന്നും പിന്നും നോക്കാതെയുള്ള ചാടി വീഴലും ഇടപെടലും. അതോടുകൂടി പ്രശ്നം വീണ്ടും വഷളാവുകയായിരുന്നു. കേരള കർണാടക ഹൈക്കോടതികളുടെ വിധി വിദ്യാഭ്യാസ മന്ത്രി നല്ലവണ്ണം പഠിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലറിനെ അംഗീകരിക്കാൻ ഹൈക്കോടതി വിധിയും കർണാടക ഹൈക്കോടതിയുടെ വിധിയും അത് സമ്മതിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സർക്കുലർ ഈ ഹൈക്കോടതി വിധികൾ പ്രകാരം അപ്രസക്തമാണെന്നും സ്കൂൾ മാനേജ്മെന്റ് വാദിക്കുന്നു. ഇതോടുകൂടി തീരേണ്ട പ്രശ്നം ഇപ്പോൾ കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിഷയങ്ങളെല്ലാം തീർന്നിരിക്കെ എല്ലാവരും പാച്ചപ്പായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ആ പെൺകുട്ടി അധ്യയനം തുടരുന്ന അവസ്ഥയിലെത്തിയിരുന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അറിയാതെ ഈ വിഷയത്തിൽ ചാടി വീണ് അഭിപ്രായം പറഞ്ഞ് സർക്കുലറെല്ലാം ഇറക്കി അവസാനം പുലിവാല് പിടിച്ചത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിനെതിരെ ഇടപെടലിനെതിരെ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യം മനസ്സിലായത്. പ്രശ്നമെല്ലാം തീർന്ന് പാച്ചപ്പായി എല്ലാവരും സമാധാനത്തോടെ പിരിഞ്ഞപ്പോഴാണ് താൻ കയറി ഇടപെട്ട് കുളമാക്കിയതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായത്. അദ്ദേഹം ഇടപെട്ട് കുളമാക്കിയത് കൊണ്ട് ഇനി അദ്ദേഹം തന്നെ അത് സെറ്റിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഏതായാലും തന്റെ പഴയ നിലപാടിൽ നിന്നും വിദ്യാഭ്യാസ മന്ത്രി അല്പമൊന്ന് മാറിയിട്ടുണ്ട്. ഏതായാലും ഒരു തീർന്നു പോയ ഒരു പ്രശ്നത്തെയാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് കുളമാക്കിയതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുകയും ചെയ്യുന്നു.